നമ്മളുണ്ടല്ലോ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നമ്മൾ എന്നാ പറയുന്നത് നല്ല സെറ്റപ്പ് സ്റ്റൈലിലാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കും. നമ്മുടെ ഭയങ്കര സ്റ്റൈലും ജീവിതമാണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നമ്മൾ ഹാപ്പിയാണോ? നമ്മൾ മറ്റുള്ളവരെ കാണിച്ചിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? നമ്മൾ ഒറിജിനലായിട്ട് നമ്മളെയല്ലേ കാണേണ്ടത്. നമ്മളിലേക്ക് നോക്കിയിട്ട് നമ്മൾ ഹാപ്പിയാണോ നമ്മുടെ മനസ്സിനോട് ചോദിക്കുക. അതിനല്ലേ നമുക്ക് പ്രാധാന്യം കൊടുക്കണ്ടേ. അല്ലാണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടോ കുറച്ച് ആഡംബരങ്ങൾ കാണിച്ചിട്ടോ കുറച്ച് പൊങ്ങച്ചം കാണിച്ചിട്ടോ ഒന്നും ഒരു പ്രയോജനവുമില്ല. അതൊക്കെ നൈമിഷികം മാത്രം. അത് കുറച്ച് നേരത്തേക്ക് മാത്രമേ കാണിക്കൂ. പിന്നെ നമ്മൾ ആ പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകും. നമ്മൾ കയറി വരുന്നത് നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക്, നമ്മുടെ സമാധാനത്തിൽ, നമ്മുടെ ഭർത്താവ്, ഭാര്യ, മക്കൾ, ഇതിലേക്ക് ആണ് നമ്മൾ തിരിച്ചു വരുന്നത്. പുറമേ നമ്മൾ എന്തെല്ലാം കാണിച്ചാലും തിരിച്ചു വരുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്കും നമ്മുടെ വീട്ടിലേക്കുമാണ്. നമ്മുടെ കൂടെയുള്ളവർ ഇവരൊക്കെ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാലുണ്ടല്ലോ കുറച്ചൊക്കെ ശാന്തത വരും എന്ന് തോന്നുന്നു. പലരും ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ഓരോ പൊങ്ങച്ചങ്ങൾ കാണിക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യ എന്ന് തോന്നി. കാരണം ആ ഫോട്ടോയിലെയോ ആ വീഡിയോയിലോ അല്ല യഥാർത്ഥം നമ്മൾ അത് വരുത്തി തീർക്കുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അത് നമ്മൾ ഏറ്റവും നല്ലതായിട്ടിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ. നമ്മുടെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഏറ്റവും നല്ല ഫോട്ടോ ആയിരിക്കണം. നമ്മളെ ഒരു 10 പേരെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ എന്നെ എടുക്കുക, നമ്മുടെ സൗന്ദര്യം എന്നാന്നല്ലേ നമ്മൾ നോക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ തന്നെ നോക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു വിഷമമുണ്ട്. അവനേക്കാളും ഞാൻ കുറഞ്ഞു പോയോ കൂടിപ്പോയോ എന്നുള്ള ചിന്ത. ശരിയാണോ?